സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനുകളിലൊന്നായ തമ്പാനൂർ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലാണ് ഞാനിപ്പോഴുള്ളത്. രാവിലെ 8:30 ഇരുചക്ര വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്ന പാർക്കിംഗ് യാർഡിന് സമീപത്തെ മാലിന്യ കൂമ്പാരത്തിന് തീപിടിച്ചത്. അതിവേഗത്തിൽ തന്നെ ഈ തീ അണയ്ക്കാൻ കഴിഞ്ഞത് ആശ്വാസകരമായിട്ടുള്ള വാർത്തയാണ്. നമുക്കറിയാവുന്നതുപോലെ തന്നെ ഇരുചക്ര വാഹനങ്ങൾ ഇരുവശത്തും ഈ റെയിൽവേ സ്റ്റേഷനിലെ പാർക്കിംഗ് യാർഡിൽ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഒരൊറ്റ തീപ്പൊരി മതി മൊത്തത്തിൽ ആളി കത്തിപ്പിടിക്കാൻ. പെട്രോളാണ്, ഹൈലി ഇൻഫ്ലേമബിൾ ആണ്. മറ്റനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാത്തത് ഏതായാലും ആശ്വാസകരം തന്നെയാണ് എന്നുള്ള കാര്യം അവിടെ ആവർത്തിച്ചു പറയേണ്ടി വരുന്നതും ഇത്തരത്തിലൊരു സാഹചര്യത്തിൽ കൂടിയാണ്. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ പുറത്തേക്കുള്ള വീഥി എന്ന് പറയുമ്പോൾ 24 മണിക്കൂറും വാഹനങ്ങൾ ചീറിപ്പായുന്ന KSRTC ബസ്സുകൾ ഉൾപ്പെടെ പോകുന്ന നെയ്യാറ്റിൻകര നാഗർകോവിലേക്കുള്ള വീഥിയാണ്. ഈ മാലിന്യങ്ങൾ ഇതിങ്ങനെ പുറത്തെ റോഡിൽ കെട്ടിക്കിടന്ന് റെയിൽവേ കോറിഡോറിനുള്ളിലെ ഗ്രില്ലിലൂടെ അകത്തേക്ക് തള്ളി നിൽക്കുന്നത് നമുക്ക് കാണാം. റെയിൽവേ ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത് നഗരസഭയോട് പലതവണ മാലിന്യങ്ങൾ നീക്കാനായി ആവശ്യപ്പെട്ടിട്ടും അവർ അതിന് തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. നമുക്കറിയാം, ചൂട് കാലമാണ്. തീപിടുത്തത്തിന്, മാലിന്യത്തിന് തീപിടിക്കുക എന്നുള്ളത് അത് പതിവാണ്. സ്വാഭാവികമായും ഇവിടെ ഇത്തരത്തിലൊരു സാഹചര്യം ഇനിയും ആവർത്തിക്കാനുള്ള ഒരു സ്ഥിതിവിശേഷം കൂടിയുണ്ട്. മാലിന്യങ്ങൾ ഇങ്ങനെ കെട്ടി നിന്ന് കഴിഞ്ഞാൽ അത്തരത്തിലൊരു പ്രശ്നം അത് അതിഗുരുതരമായിട്ടുള്ളൊരു സങ്കീർണമായിട്ടുള്ളൊരു പ്രതിസന്ധി സൃഷ്ടിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഈ ഭാഗത്ത് മാലിന്യങ്ങൾ കൂട്ടിയിട്ടിരിക്കുന്ന ഭാഗത്താണ് തീപിടുത്തം ഉണ്ടാവുകയും ചെയ്തത്. ഫയർഫോഴ്സിനെ അതിവേഗത്തിൽ ഇവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഒരു റെയിൽവേ ജീവനക്കാരൻ വിവരമറിയിക്കുകയും ഫയർഫോഴ്സ് എത്തി ദ്രുതഗതിയിൽ തന്നെ തീയണയ്ക്കുകയും ചെയ്തത് ഏതായാലും തീപിടുത്തത്തിൻ്റെ വ്യാപ്തി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കുറയ്ക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ഇരുചക്ര വാഹനങ്ങളിലേക്കൊന്നും തന്നെ തീപിടിക്കാത്തത് ആശ്വാസകരമായിട്ടുള്ള കാര്യം കൂടിയാണ്. വേനൽ ചൂടിൻ്റെ കാഠിന്യം അതിനിയും വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അടക്കം പറയുകയും ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂട്ടിയിട്ടിരിക്കുന്ന മാലിന്യങ്ങൾ അത് വൈകാതെ നീക്കം ചെയ്തില്ലെങ്കിൽ അതൊരു വലിയ ഗുരുതര പ്രതിസന്ധി സൃഷ്ടിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. നേരത്തെ തൃശ്ശൂരിലെ വാർത്ത നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അവിടെ ഇരുചക്ര വാഹനങ്ങൾക്ക് തീപിടിക്കുന്ന വാർത്ത നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് കൂടിയാണ്. ഏതായാലും അത്തരത്തിലൊരു അനിഷ്ട സംഭവം തിരുവനന്തപുരത്തുണ്ടായില്ല എന്നുള്ളത് ആശ്വാസകരമായിട്ടുള്ള വാർത്തയാണ്. നേരത്തെ റെയിൽവേയും നഗരസഭയും പരസ്പരം ആമഴിഞ്ചാൻ തോട്ടിലെ മാലിന്യ നീക്കവുമായി ബന്ധപ്പെട്ട് പഴിചാരുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഏതായാലും ഈ ഒരു വിഷയത്തിൽ അതുണ്ടാകരുത് എന്നുള്ളതാണ് ആവർത്തിച്ച് പറയാൻ കഴിയുന്നത്. തലനാരിഴയ്ക്കാണ് വലിയൊരു അപകടം, വലിയൊരു ദുരന്തം ഒഴിവായത് എന്നുള്ളതാണ് നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യാനും കഴിയുന്നത്. സായി സൂര്യയ്ക്കൊപ്പം തിരുവനന്തപുരത്ത് നിന്ന് അഭിജിത്ത് ജയൻ, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.